ശക്തമായ പ്രതിപക്ഷമുണ്ട് ഇവിടെ, അതായത് ഒരു കണ്ടസ്റ്റബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ് ഉണ്ട് ഇവിടെ എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുന്നു. അതിൻ്റെ ഭാഗമായി ഞാനിപ്പോൾ എടുത്തു നോക്കുമായിരുന്നു, സോഷ്യൽ മീഡിയയിൽ രാഹുൽ ഗാന്ധി തരംഗമായിട്ട് മാറിയിട്ടുണ്ട്. ആ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. രാഹുൽ ഗാന്ധി ഈ യാത്ര തുടങ്ങിയതിനു ശേഷം ഇന്നേ വരെയുള്ള ഇൻസ്റ്റാഗ്രാമിൻ്റെ കണക്കുകളൊന്ന് പരിശോധിച്ചാൽ രാഹുൽ ഗാന്ധിക്ക് ഇൻസ്റ്റാഗ്രാമിൽ 13 ലക്ഷം ഫോളോവേഴ്സാണ് കൂടിയത്, 30 lakhs. മോദിക്ക് കൂടിയതാവട്ടെ 2.2 ലക്ഷമാണ്. ഇൻസ്റ്റാഗ്രാം പുതിയ ജനറേഷൻ അവിടെ ഉപയോഗിക്കുന്ന ഡിജിറ്റലായിട്ട് ഇത് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം, ചിലതൊക്കെ പി ആർ വർക്കാണെന്ന് പറഞ്ഞോളൂ, മോദി എന്താ പി ആർ വർക്ക് യൂസ് ചെയ്യുന്നില്ലേ? പക്ഷേ 13 ലക്ഷം ആളുകൾ കൂടി ഫോളോവേഴ്സ് ആയിട്ട്. ഇനി ആ വീഡിയോ നോക്കൂ, ആ 60 കോടി മനുഷ്യർ കണ്ടിരിക്കുന്നു, 60 crore, 60 കോടി ആളുകൾ ആ വീഡിയോ തന്നെ കണ്ടു. ഏത് വീഡിയോ? മഹാദേവ്പുരയിലെ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട്, വോട്ട് മോഷണവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസന്റേഷൻ, അവതരണം 60 കോടി മനുഷ്യർ കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലാണെങ്കിൽ 6 ലക്ഷം പുതിയ സബ്സ്ക്രൈബേഴ്സ് വരുന്നു, രാഹുൽ ഗാന്ധിക്ക് പുതിയ ഫോളോവേഴ്സ് വരുന്നു. മോദിക്ക് അതേസമയം 1.8 ലക്ഷം ഫോളോവേഴ്സേ ഉണ്ടാവുന്നുള്ളൂ. യൂട്യൂബിൽ മാത്രം 3.7 ലക്ഷം പുതിയ സബ്സ്ക്രൈബർ രാഹുൽ ഗാന്ധിക്ക് വരുന്നു. അതേസമയം മോദിക്ക് 2.1 ലക്ഷമേ ഉണ്ടാവുന്നുള്ളൂ. അതായത് ഈ യാത്രയിലുടനീളം, അതായത് കഴിഞ്ഞ 17-ാം തീയതി മുതൽ ഇന്ന് യാത്ര അവസാനിക്കുന്ന ദിവസം വരെ സാമൂഹിക മാധ്യമങ്ങളിൽ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇവിടെ ഈ ഇത്രയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച കണക്കിൻ്റെ വർധനമുണ്ടാവുകയാണ്. അത് നൽകുന്നതൊരു മെസ്സേജാണ് എന്നതാണ് എൻ്റെ പക്ഷം.